ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പാസ്ത എടുക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വൈകിട്ടത്തേക്കാണ് ഞാനിത് ഉണ്ടാക്കിയ കേട്ടോ. വൈകിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ്, ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 10 മിനിറ്റോളം എങ്കിലും വേവിക്കണം. അപ്പോഴേ നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10-11 മിനിറ്റ് ആവും എങ്ങനെ പോയാലും കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പിൻ്റെയാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്കൊരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിലുള്ളവർ അത് ഉപയോഗിക്കാം. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി വെക്കുവാണെങ്കിൽ ഇത് പരസ്പരം ഒന്ന് ഒട്ടിപ്പോകത്തില്ല കേട്ടോ. നല്ല ഒറ്റയായിട്ട് തന്നെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഈ സവാള നമുക്ക് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും, ഇത് ഇഷ്ടമുള്ള മക്കളെല്ലാം ഉറപ്പായിട്ട് ഇത് കഴിച്ചോളൂ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ താങ്ക് യു. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇനി ഈ ഉള്ളിയുടെ നിറമെല്ലാം ഒന്ന് മാറി കിട്ടണം, നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. അതുവരെയും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെയും വഴറ്റത്തില്ല. നമ്മളിനി ഇതിനാവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇപ്പോൾ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാസ്ത ഉപ്പിട്ടാൽ വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ആ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും കേട്ടോ. ഇപ്പോൾ ഉള്ള മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും. ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് നമുക്കൊന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം, ചെറിയൊരു കപ്പിന് 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് അരപ്പെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് ഈ പരുവത്തിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക്
1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരല്പം ഉപ്പ് കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പൂടെ ഒന്ന് വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയാലൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ബട്ടറെല്ലാം ഉരുകി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. മക്കൾ ഇനി ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് അവർ കഴിക്കുന്നത് കേട്ടോ. ഇവിടെ മോന് സെപ്പറേറ്റ് അത് എടുത്ത് വെച്ചാൽ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്ത്. അവർക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഞാനിതുപോലെ ഉണ്ടാക്കി വെക്കും. അവർ ഇതിൻ്റെ കൂട്ടത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഇനിയും സെപ്പറേറ്റ് പാത്രത്തിൽ എടുത്ത് വെച്ചാൽ കഴിക്കുന്നത്. അവർക്ക് അങ്ങനെ കഴിക്കുന്നതൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പം നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചൂടോട് തന്നെ കഴിക്കാം. ഒത്തിരി തണുത്തതിന് ശേഷം കഴിക്കാൻ അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല ചെറിയ ചൂടോട് തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായിട്ട് നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ.